വന്നതേ, നമ്മളിന്ന് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നേ. അപ്പം ആ ചെമ്മീൻ കൊണ്ട് ഞാനിന്ന് അച്ചാറിടാന്ന് വെച്ചു. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് ചെയ്യാൻ പോണേന്ന് കാണിക്കാം. ഇതാണ് ചെമ്മീൻ. ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു 4 കിലോ മുഴുത്ത ചെമ്മീൻ മേടിച്ചു. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കിള്ളി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 2 കിലോയേ ഉള്ളൂ. അത് കിള്ളി ഇതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത സാധനമൊക്കെ വലിച്ചു കളഞ്ഞ് ഞാൻ തന്നെയല്ല എൻ്റെ ഹസ്ബൻഡും കൂടി കൂടിയിട്ടാണ്, ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇത് കിള്ളി റെഡിയാക്കി എടുത്തത്. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ ഒരു അച്ചാറിടാനായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ പുരട്ടി വറക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ആദ്യം മുളക് പൊടി. ഇതിനകത്ത് ഞാനിപ്പോൾ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കുറച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതി. നമുക്ക് പിന്നെ പോരായിക വരുവാണെങ്കിൽ നമുക്ക് അച്ചാറാക്കുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇപ്പം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്നുകൂടെ കൊത്തി മൂടി വയ്ക്കണം. ഞാൻ 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അന്നേരത്തേക്കാണ് നമ്മുടെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇതിനകത്തേക്ക് പിടിക്കുള്ളൂ. ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത്രയും ചെമ്മീൻ എന്തിനാണ് അച്ചാറിടണേന്ന്? ഇത് എൻ്റെ മക്കൾക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ് ചെമ്മീൻ അച്ചാറിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെമ്മീൻ മേടിച്ച് അച്ചാറിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ അച്ചാറിടാന്ന് വെച്ചു. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ പുറത്ത് പോരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കപ്പയിൽ ഒരു പാത്രം വെച്ച് തീർച്ചയായും ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെമ്മീൻ വറുത്ത് വരുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മൂക്കട്ടെ, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. നമ്മുടെ എണ്ണ വലിയ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വറുത്ത് വെച്ചെടുക്കാം. മുഴുവനും കൂടെ ഒന്നിച്ച് വറുത്ത് നടക്കില്ല. അപ്പം കുറേശ്ശെ വറുത്ത് വെച്ചെടുക്കാം. ചെമ്മീൻ വലിയ വേവൊന്നുമില്ല. ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡിയായി കിട്ടും. നമ്മുടെ ചെമ്മീൻ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കോര ഒരു പാത്രത്തിലേക്ക്. ഈ പാകത്തിന് നമ്മൾ അച്ചാറിടാനായിട്ടുള്ള ചെമ്മീൻ കുറഞ്ഞത് ഇത്തിരി മുഴുത്ത ചെമ്മീനാണ്. ഞങ്ങൾ മാർക്കറ്റിൽ ചെന്നപ്പോൾ മുഴുത്ത് കണ്ട കാരണം അങ്ങനെ മേടിച്ചതാണ്. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയട്ടെ. ഇത് ഇച്ചിരി മുഴുത്ത ചെമ്മീനായതുകൊണ്ട് ഇത്തിരി താമസം. ചെറിയ ചെമ്മീനാണെങ്കിൽ നമുക്ക് വേഗം വറുത്ത് പോരാം. ഇത്തിരി മുഴുത്ത ചെമ്മീനായതുകൊണ്ട് ലേശം താമസമുണ്ട്. അപ്പം ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇച്ചിരി എളുപ്പപ്പണി നോക്കിയതാണ്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ എനിക്ക് വലിയ അരിപ്പത്തടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറുതുകൊണ്ട് വാങ്ങുന്നത്. വലുതുണ്ട്, പക്ഷെ അത് പ്ലാസ്റ്റിക്കിൻ്റെ. ഇനി ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഈ എണ്ണ മാറ്റി വെച്ച് ഈ പാത്രത്തിൽ തന്നെ ഇതിനുള്ള സാധനങ്ങളൊക്കെ വഴറ്റണത്. അപ്പോൾ ഇത് മാറ്റിക്കൊണ്ട് വരട്ടെ. ചട്ടി ഇനി ഒന്ന് ചൂടാകാൻ വെച്ച് അതിനകത്തേക്ക് ഇനി ഞാൻ നല്ലെണ്ണയിലാണ് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുന്നു. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി വാടാനായിട്ട് ഇത്തിരി താമസം എടുക്കുന്നു. ഒരു ലേശം സമയം കൂടുതൽ എടുക്കുന്നത് വെളുത്തുള്ളിക്കാണ്. വെളുത്തുള്ളി ഒന്ന് വാടിയിട്ട് വേണം. ഒന്ന് ചെറുതായിട്ട് ഇതായി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട്
ലേശം തീരെ കുറച്ച് വയ്ക്കാം. നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കേണ്ടതാണ്. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചേർക്കുന്നെങ്കിൽ നമുക്ക് കറി നോക്കുമ്പോഴത്തെ പോയിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അച്ചാറിടുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇത്രയും മൂത്താൽ മതി. എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ അച്ചാറിട്ട് വെക്കുകയല്ലേ, അത് അതിനകത്തിരുന്ന ഇതൊക്കെ നന്നായിട്ട് കൂടി ചേർന്ന് നല്ല ടേസ്റ്റായിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടത് കുറച്ച് കാശ്മീരി പൊടി, ഇത്തിരി നല്ല പൊടിയും കൂടി ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കായപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉലുവ പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്ത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒന്ന് പയ്യെ ചൂടായാൽ മതി. തിളപ്പിക്കണമെന്നില്ല, വിനാഗിരി ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ മതി. എന്നാലും ഒന്ന് ചെറുതായിട്ട് തിളവട്ടെ. നന്നായിട്ട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ കിടത്താം. എന്നിട്ട് അതിലേക്ക് എടുത്തൊഴിക്കാം. നമുക്ക് ചെമ്മീനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ബോട്ടിലിൽ പകർന്ന് അടച്ച് വയ്ക്കുക. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഒരു ടിപ്പുണ്ട്. അത് ഞാൻ ഇത് എല്ലാം ചെയ്ത് ലാസ്റ്റ് ഇത് ചേർത്ത് കോരി പാത്രത്തിൽ ഇട്ട് കഴിയുമ്പോഴാണ് ഞാനത് കാണിക്കാം. ഈ അച്ചാറിട്ട് കഴിഞ്ഞാൽ നമുക്ക് കേടാവാതിരിക്കാനുള്ള മാർഗം. നമ്മളിപ്പോൾ ഏത് അച്ചാറിട്ടാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങാച്ചാറിട്ട മെയിനായിട്ടുള്ളത്, മാങ്ങാച്ചാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൂപ്പൽ പിടിക്കാൻ തുടങ്ങും. മാങ്ങാച്ചാർ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ മാങ്ങാച്ചാറിട്ട് വയ്ക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പൂപ്പൽ പിടിക്കും. ആ പൂപ്പൽ പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു വിദ്യയുണ്ട്. അതുപോലെ തന്നെ എല്ലാ അച്ചാറും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്തു വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇതിനു മുമ്പ് ഞാനൊരു വെളുത്തുള്ളി അച്ചാർ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ആ ടിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ ഇതിരുന്ന് തണുക്കട്ടെ, നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് 2 ബോട്ടിൽ ചെമ്മീൻ അച്ചാർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ലാസ്റ്റ് ഒരു ട്രിക്ക് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെന്താണെന്ന് കാണിച്ചു തരാം. ഇതിനകത്തേക്ക് മുകളിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിടണം. അന്നേരം ഇതിൻ്റെ മുകളിൽ കേടൊന്നും വെക്കില്ല. അപ്പോൾ ഇത് അച്ചാറിനൊരു കേടും ഉണ്ടാവില്ല. വിനാഗിരി തന്നെയല്ല, ഇതിൻ്റെ കൂടെ ഇത്തിരി നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലെണ്ണയും കൂടി ഒഴിക്കുക. ഈ അച്ചാറൊന്നും നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല. ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് നമുക്ക് വെളിയിൽ വെച്ച് സൂക്ഷിക്കാം. ഒത്തിരി നാൾ ഉപയോഗിക്കണതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലമുണ്ടല്ലോ, വെച്ച് വെച്ചാൽ മതി. രണ്ട് ദിവസം പുറത്തിരിക്കട്ടെ, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡിയായിട്ട് ഇരിക്കുന്നു. 2 ബോട്ടിലിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വിനാഗിരിയും എണ്ണയും ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.